ഇവന്റെ എരി കൂട്ടാൻ വേണ്ടി അവള് സൂഹയും കൂടെ പ്രേമത്തിലാന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് ഇവന് ഷോക്കായിട്ട് ആ കാര്യമൊക്കെ ഞാൻ ചോദിക്കാൻ എന്തിനാ പറയുന്നതെന്ന് പറഞ്ഞ് അവളോട് ചൂടാകും. അങ്ങനെ അതിനുശേഷം ഇവര് ഫുഡ് കഴിച്ചിട്ട് ഹൻസുവിനെ അവളെ കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവളാണ് സൂഹ വിളിച്ചെന്ന് പറഞ്ഞ് അവന് ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ സൂഹോ ലിംജിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം സൂഹയുടെ കൺമുമ്പിൽ ലിംജിങ്ങിന്റെ അച്ഛനാണ് പ്രാവിന് വേണ്ടി ഇടുന്ന ഫുഡൊക്കെ അടിച്ചുവാരി കഴിച്ചോണ്ടിരിക്കും. കാരണം അച്ഛൻ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അദ്ദേഹത്തിന്റെ പൈസ ആരാണ്ട് മോഷ്ടിച്ചോണ്ടുപോയി. അങ്ങനെ അത് തിരിച്ചു വാങ്ങിക്കാതെ തിരിച്ച് വീട്ടിലേക്ക് വരത്തില്ലെന്നൊരു ശബ്ദം ഇട്ടേക്കുക. അങ്ങനെ അച്ഛനും പെട്ടെന്ന് സൂഹയുടെ അടുത്തേക്ക് വന്ന് ഈ കാര്യം ഒന്ന് ലിംജിങ്ങിനോടൊന്നും പറയില്ലെന്ന് പറഞ്ഞ് ആ ഫോണും കട്ട് ചെയ്യും. അതിനുശേഷം അച്ഛനാണ് ആ കള്ളനെ കിട്ടാൻ കുറച്ച് പാടാന്ന് പറയുമ്പോഴാണ് സൂഹ എങ്കിൽ പിന്നെ അതുവരെ എവിടെ താമസിക്കാമെന്നും ചോദിക്കും. അപ്പോഴാണ് അച്ഛനും നൈസിന് ഇവന്റെ കൂടെ പോകാന്ന് പ്ലാൻ ചെയ്യുമ്പം അവനത് മനസ്സിലാക്കി ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. പക്ഷെ അച്ഛന് സമ്മതിക്കാതെ അവന്റെ കൂടെ ഒട്ടിപ്പിടിച്ചോണ്ട് അവന്റെ വീട്ടിലേക്ക് അങ്ങ് കയറിപ്പോകും. അതിനുശേഷം സൂഹോ റൂമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ അവിടെ കിടക്കാൻ പറയുമ്പോഴാണ് അച്ഛനാണ് മോന്റെ വീട്ടിൽ മോനല്ലേ ബെഡിൽ കിടക്കണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കാനൊക്കെ നോക്കും. പക്ഷെ ഇവന് മനസ്സിലായി അതൊക്കെ വെറും വാക്ക് മാത്രമാണ്. അതുകൊണ്ട് അവനൊന്നും പറയാതെ ആ ഡോർ ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇവരെല്ലാം ഫാമിലി ആയിട്ട് അച്ഛനില്ലാതെ കുറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ഈ വീട്ടിൽ അമ്മയ്ക്കാരും ഇവിടെ അച്ഛനാണ് മെയിൻ വീട്ടുകാര്യത്തിലൊക്കെ. അതുകൊണ്ട് അമ്മയും ഇങ്ങേരി കള്ളനെ പിടിച്ചിട്ട് എന്നാ തിരിച്ചു വരാമോന്നെന്ന് പറഞ്ഞ് അച്ഛനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. പക്ഷെ അതേസമയം ഇവിടെ അച്ഛനാണ് സൂഹ രാത്രി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാതിരാത്രിക്ക് ടിവിയുടെ സൗണ്ടേ കേൾക്കും. ഇത് കണ്ട് അവൻ ഷോക്ക് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് അവിടെ ലിംജിങ്ങയുടെ അച്ഛൻ അവിടുന്ന് ഫുട്ബോൾ മാച്ച് കണ്ടോണ്ടിരിക്കും. അതിനെ ശിവനും ദേഷ്യത്തി എന്നെ വിളിക്കാതെയാണ് മാച്ച് കാണുന്നതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആ മാച്ച് കണ്ടോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം സൂഹ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് അവന്റെ വീട് മൊത്തത്തിൽ ലിംജിങ്ങിന്റെ വീട് പോലെ ആയിപ്പോവും. എന്നിട്ട് സൂഹയും അവളുടെ അച്ഛന് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് അച്ഛനാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോയിക്കോളാം പറയും. അങ്ങനെ അതുകൊണ്ട് അവന് സുരക്ഷയായിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബായ് കാണിക്കുമ്പോഴാണ് ഇവനത് കാണുമ്പം മൊത്തത്തിൽ ടച്ചായി പോകും. കാരണം കൊച്ചു പ്രായത്തോട്ട് ഇവൻ അമ്മയില്ലാത്തോണ്ട് ഇവൻ ഈ സ്നേഹമൊന്നും കിട്ടി കാണത്തില്ല. അതുകൊണ്ട് ലിംജിങ്ങിന്റെ അച്ഛൻ ഇങ്ങനെ സ്നേഹത്തിൽ ബായ് കാണിക്കുന്നുണ്ട്. അവന് സന്തോഷപ്പെട്ടാണ്ട് സ്കൂളിലേക്ക് അങ്ങ് ചെല്ലും. അതിനുശേഷം ഹൻസുവിനാണ് ലിംജിങ്ങിന് ഒരു പാർട്ട് ടൈം ജോലി ഒപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവൾ അവന് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. സൂഹോ ജലസായി അവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ലിംജിങ്ങിന് ഹൻസുവിൻ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലും. അങ്ങനെ അവൾ അവിടുത്തെ ജോലിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൻസുവിനാണ് ലിംജിങ് കറക്റ്റ് ആയിട്ട് അവിടെ ചെന്നറിയാൻ വേണ്ടി അവിടുത്തെ ഓണറായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ലിംജിങ്ങിന്റെ കൈ പൊള്ളിയെന്ന് പറഞ്ഞ് അവരൊക്കെ സംസാരിക്കുന്ന വോയിസ് കേട്ട് ഇവനും പെട്ടെന്ന് പേടിച്ചുപോയി അവന്റെ വീട്ടിൽ നിന്ന് ഓടി തന്നെ ആ കടയിലേക്ക് വരാൻ വേണ്ടി നോക്കും. അതുകൊണ്ട് ഇവൻ അവിടെ വരുമ്പോഴേക്കും അവൾ അവിടെ കാണത്തില്ല. അപ്പോഴാണ് ഇവനെ കണ്ട ഓണർ ഷോക്കായി വീട്ടിൽ നിന്ന് ഇവിടെ വരെ ഓടി തന്നെ വന്നെന്ന് പറഞ്ഞ് അവരെല്ലാം ഷോക്കായി നോക്കും. അപ്പോഴാണ് ഹൻസുവിന് പെട്ടെന്ന് ബോധം വന്നിട്ട് ഇപ്പൊ എന്തിനാ അവളുടെ കൈ മുറിഞ്ഞ് നിറഞ്ഞുടനെ ഇത്രയും പേടിച്ച് ഇവിടേക്ക് ഓടി വന്നേന്ന് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ അന്ന് രാത്രി സൂഹയെ ലിംജിങ്ങിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ കരാട്ട പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ലിംജിങ്ങിനെ വിളിച്ചു വരുത്തും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടുന്ന് ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് സൂഹയാണ് അവളെ ചലഞ്ച് ചെയ്യും. ഇവനെ പൊക്കിയെടുത്ത് കമത്തിയിട്ട് അവളുടെ ആഗ്രഹം ഓർമ്മ സഹായിച്ചരാന്ന്. അതോടെ അവളെ സന്തോഷത്തിൽ അവൾ ഇക്കിളിയാക്കിയെങ്കിലും അവനെ പിടിച്ചങ്ങ് മലത്തിയിടും. അതോടെ സൂഹോ അവൻ തോറ്റം സമ്മതിച്ചിട്ട് ഇവളുടെ ആഗ്രഹം എന്തോ ചോദിക്കും. അപ്പോഴാണ് അവളും പതിയെ ചെവിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇവന്റെ നമ്പർ അവൾ ബോയ് ഫ്രണ്ടും സേവ് ചെയ്ത പോലെ അവളുടെ നമ്പറും ഗേൾ ഫ്രണ്ടും സേവ് ചെയ്യാൻ പറയും. അങ്ങനെ അതും പറഞ്ഞിട്ട് അവള് വേണേ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം സൂഹോ അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് സൂഹയാണ് അവളുടെ നമ്പർ ഗേൾ ഫ്രണ്ട് സേവ് ചെയ്തെന്ന് പറഞ്ഞ് അവൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചേക്കും. അങ്ങനെ ഇത് കണ്ട് അവരുടെ സന്തോഷത്തിരിക്കുമ്പോഴാണ് കുറച്ച് സമയം മുമ്പ് മഴ പെയ്തുകൊണ്ട് അവിടേക്ക് വരുന്ന വണ്ടി ഇവർക്ക് നേർക്ക് വെള്ളം തെറിപ്പിച്ചിട്ട് അങ്ങ് പോകും. ഇതോടെ സൂഹ അവളെ കെയർ ചെയ്യുമ്പോഴാണ് അതേസമയം ആ വഴി കൂടെ പോയിക്കൊണ്ടിരുന്ന സൂജിൻ ഇവരിങ്ങനെ റൊമാൻസ് ചെയ്യുന്നുണ്ട്. അവളും മൊത്തം ദേഷ്യത്തിലാവും. അതിനുശേഷം സൂഹോ ലിംജിങ്ങിനെ വിളിച്ചിട്ട് അവന്റെ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് അവൻ അവൾക്ക് ധരിക്കാൻ വേണ്ടി വേറെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ട് രാത്രി ഫുഡിന് വേണ്ടി അവനും പുറത്തുനിന്ന് ഓർഡർ ചെയ്യും. അപ്പോഴാണ് അതേസമയം ഇവിടെ ലിംജിങ്ങിന്റെ അച്ഛനാണ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റാതെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ രാവിലെ അവൻ സ്കൂളിലേക്ക് പോയതിനു ശേഷം ഇവിടെ ആൽക്കഹോൾ ഇരിക്കുന്നുണ്ട്. അത് ഫുള്ളും കുടിച്ചേർത്താണ്. അതുകൊണ്ട് രാവിലെ തൊട്ട് അളിയൻ ഫിറ്റായി കിടന്ന ഇപ്പോഴാ ബോധം വന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും ഫുഡ് അയച്ചോണ്ടേ സിനിമ ആണെന്ന് പറഞ്ഞ് ഒരു ഹൊറർ സിനിമ പ്ലേ ചെയ്യുമ്പോഴാണ് സൂഹയാണ് മൊത്തത്തിൽ പേടിച്ചിരിക്കും. റൊമാൻറ്റിക് സിനിമ എല്ലാം കണ്ടാ പോലെന്ന് പറഞ്ഞ്. അപ്പോഴാണ് അവളും അപ്പോൾ സൂഹയ്ക്ക് ഹൊറർ സിനിമയൊക്കെ പേടിയാണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുമ്പം അവിടുത്തെ ടേബിളിന്റെ താഴെ ആയിരിക്കും ലിംജിങ്ങിന്റെ അച്ഛൻ ഒളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം മൊത്തം നാണിച്ചിട്ട് സൂഹ ഒരു കില്ലാടി തന്നെയെന്ന് പറഞ്ഞ് നൈസിന് കൈയൊക്കെ ഇട്ട് മുകളിൽ നിന്ന് ഫുഡ് അടിച്ചവര് കഴിച്ചോണ്ടിരിക്കും. അതേസമയം ആ പ്രേതത്തിനെ കണ്ട് സൂഹ ഇവിടെ പേടിച്ചു വരയ്ക്കുമ്പോഴാണ് ഇവർ തമ്മിൽ ഒത്തിരി ക്ലോസ് ആയതോടെ സൂഹ അവളെ കിസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകും. അപ്പോഴാണ് അച്ഛനും ഈ സീൻ ഒരിക്കലും മിസ് ചെയ്യില്ലെന്ന് പറഞ്ഞ് നൈസിന് പുറത്തേക്ക് എത്തി നോക്കുമ്പോഴാണ് അവിടെ സൂഹയാണ് കിസ് ചെയ്യാൻ പോകുന്ന ലിംജിങ്ങിനാന്ന് അറിഞ്ഞ ഉടനെ അച്ഛൻ പേടിച്ച് പെട്ടെന്ന് അവന്റെ കാലി കയറി അങ്ങ് പിടിക്കും. ഇതോടെ സൂഹ പേടിച്ച് അവിടെ നിന്ന് ചാടി എഴുന്നേക്കുമ്പോഴാണ് അവൾ അപ്പം തന്നെ അടുക്കളയിൽ നിന്ന് ഒരു പാത്രം എടുത്തോണ്ടെന്ന് അവളുടെ അച്ഛനെ അങ്ങ് അടിച്ചിടും. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അത് പ്രേതമല്ല
ലിംജിങ്ങിന്റെ അച്ഛനാന്ന്. അതിനുശേഷം അച്ഛനും മോളും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അച്ഛൻ ഇവൾ സൂഹയായിട്ട് പ്രേമിക്കുന്നുണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങും. പക്ഷെ അവളാണ് സ്മാർട്ടായിട്ട് അച്ഛൻ ഇത്ര ദിവസം സൂഹയുടെ വീട്ടിൽ നിന്ന കാര്യമൊക്കെ അമ്മയോട് പറയുന്നത് പേടിപ്പിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയി രണ്ടുപേരും കൂടെ പ്രോമിസ് ചെയ്യും ഇവരുടെ സീക്രട്ടായിട്ട് തന്നെ കീപ്പ് ചെയ്യണമെന്ന്. അങ്ങനെ അതിനുശേഷം ഇവർ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അമ്മയാണ് അച്ഛനെ കണ്ട ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അച്ഛൻ അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ആ സമയത്തും ലിംജിങ്ങിനായിരിക്കും അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പ്രശ്നമെല്ലാം സോൾവ് ആകുമ്പോഴാണ് ലിംജിങ്ങിനും അച്ഛൻ ഈ കാര്യം വീട്ടിൽ പറഞ്ഞില്ലെന്ന് സൂഹയോട് ചാറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ലിംജിങ്ങിൻ ഈ കാര്യം അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ സൂജിനോട് പറയണമെന്ന് പറഞ്ഞിട്ട് അവൾ തീരുമാനം എടുക്കും. അങ്ങനെ അതുകൊണ്ട് അവള് പുറത്തേക്ക് വിളിച്ചോണ്ടുപോയി അവള് സൂഹോ ഇപ്പൊ ഡേറ്റ് എന്ന് പറയാൻ വരുമ്പോഴാണ് ഈ കാര്യം മുമ്പേ തന്നെ മനസ്സിലാക്കി സൂജിൻ പെട്ടെന്ന് വിഷയം മാറ്റും. അതായത് അവൾക്ക് സൂഹോ ഇഷ്ടമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ലിംജിങ്ങിന് ഒരു ഷോക്ക് കൊടുക്കും. അങ്ങനെ അത് കേട്ടതോടെ ഇവളിനിപ്പോ ഡേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞ മിക്കവാറും സൂജിന് ഹേട്ടാന്ന് പറഞ്ഞ് അവൾ അപ്പം തന്നെ ഐഡിയെന്ന് പിന്മാറും. അങ്ങനെ അതിനുശേഷം ക്ലാസ് ഇരുന്നിട്ട് ഇവളും സ്വന്തം കൂട്ടുകാർ സ്നേഹിക്കുന്ന പെണ്ണിനെയാ ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞ പിന്നെ പിള്ളേരില്ല ഇവളെ വഴക്കുറയെന്ന് പറഞ്ഞ് അവൾ മൊത്തത്തിൽ ആലോചിച്ച് പേടിച്ചോണ്ടിരിക്കും. കൂടാതെ സൂഹയെ സ്നേഹിക്കുന്ന കാര്യം സൂഹ അറിയാണെങ്കിൽ ഇവളെയും വേണ്ടെന്ന് പറഞ്ഞിട്ട് പോവാന്ന് അവൾ തന്നെ പേടിച്ചോണ്ടിരിക്കും. പക്ഷെ നമ്മുടെ സൂഹ അങ്ങനൊന്നല്ല. അവൻ ക്ലാസ് കഴിഞ്ഞ അപ്പം തന്നെ ലിംജിങ്ങിനെ കാണാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അവളുടെ കൂടെ ഒരുമിച്ച് പഠിക്കാൻ പോകുന്ന പറയുമ്പോഴാണ് അതേസമയം ഇവർക്ക് ശല്യമായിട്ട് അവിടെ സൂചിയും വരും. അപ്പോഴാണ് ലിംജിങ്ങിനും ഇവർ ഡേറ്റ് ചെയ്യുന്ന കാര്യം ഒരിക്കലും അറിയില്ലെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പനി പിടിച്ചുകൊണ്ട് പഠിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അന്ന് രാത്രി സൂഹയും അവൾക്ക് പനിയാന്ന് വിശ്വസിച്ചിട്ട് ആ ബുക്ക് കടയിലേക്ക് അവൾ വിളിച്ചു വരുത്തി അവൾ കഴിക്കാൻ വേണ്ടി മെഡിസിനെ കൊടുക്കും. പക്ഷെ ഇവൾക്കാണെങ്കിൽ സത്യത്തിൽ പനിയൊന്നുമില്ല. അതേപോലത്തെ ഇവിടെ ഹൻസുജൻ സൂഹി അവർ തമ്മിൽ സെറ്റായാലും അവന് ലിംജിങ്ങിന്റെ പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവളെ കാണാൻ വേണ്ടി അവന് പാർട്ട് ടൈം ആയിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യും. ഇതൊന്നറിയാതെ ലിംജിങ്ങിനും അവൻ പൈസയ്ക്ക് വേണ്ടി എനിക്ക് ഒരു ജോലിയാന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഈ സമയത്തൊക്കെ സൂഹോ അവളെ ഫോൺ വിളിച്ച് നോക്കുമ്പോഴാണ് അവൾ ജോലിയിലായതുകൊണ്ട് ഫോണൊന്നും അറ്റൻഡ് ചെയ്ത് കാണത്തില്ല. അതുകൊണ്ട് അവൻ അപ്പം തന്നെ നേരിട്ട് അവളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരും. അപ്പോഴാണ് അതേസമയം പുറത്ത് അവളുടെ അച്ഛൻ വന്ന് നിന്നുടനെ ഇങ്ങേരെ കൈക്കലാക്കാൻ വേണ്ടി അവൻ വീണ്ടും അച്ഛന് ഇഷ്ടപ്പെട്ട ആ ബോട്ടിലെടുത്താൻ കൊടുക്കും. അതോടെ അവളുടെ അച്ഛന് സന്തോഷത്തി ഇത്രയും ഗിഫ്റ്റൊക്കെ തന്നിട്ട് വീട്ടിൽ വരാതെ പോയ എങ്ങനെയാന്ന് പറഞ്ഞ് അവനെ വിളിച്ചകത്തേറ്റും. അങ്ങനെ ലിംജിഗൻ തിരിച്ചു വരുന്നവരെ അവൻ അവളുടെ വീട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ രാത്രി വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഹൻസുവിനും ലിംജിങ്ങിന്റെ കൂടെ വീട്ടിലേക്ക് പോകും. ഇത് കണ്ടിട്ട് അവളും ഇവൻ എന്തിനാ അവളുടെ വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അവന്റെ അനിയത്തിയെ വിളിക്കാൻ വേണ്ടി ആ ബുക്ക് കടയിലേക്ക് വരുമെന്ന് പറയും. പക്ഷെ സത്യം എന്താന്ന് വെച്ചാൽ അവളുടെ അനിയത്തി എപ്പോഴേ വീട്ടിൽ പോയി. എന്നിട്ട് അവൻ അവിടേക്ക് വരുന്നത് കുറച്ച് സമയം കൂടെ ഇവളുടെ സ്പെൻഡ് ചെയ്യാനാ. അങ്ങനെ ഹൻസുവിൻ അവളുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അതേസമയം ഇവർ രണ്ട് ഒരുമിച്ചിരുന്നത് അവിടെ നിന്ന് അവളുടെ അമ്മയും കാണും. അതോടെ അമ്മയും ഹൻസുവിനെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യും. കാരണം ഇവന്റെ അമ്മയും അവളുടെ അമ്മയും കൂടെ ഫ്രണ്ട്സാ. അങ്ങനെ അതുകൊണ്ട് അവര് ഹൻസുവിനെ വിളിച്ചോണ്ട് വീട്ടിൽ ഡിന്നർ കഴിക്കാൻ പോകുമ്പോഴാണ് അവിടെ കുറെ സമയമായിട്ട് ലിംജിങ്ങിന് വേണ്ടി സൂഹോ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടതോടെ അവർ തമ്മിലുള്ള മഹായുദ്ധം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വീട്ടിൽ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് ഇവർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നിട്ട് അമ്മയും ഹൻസുവിനെ കുറിച്ച് പൊക്കി പറഞ്ഞോണ്ടിരിക്കും. അവൻ ഉണ്ടാക്കുന്ന സ്റ്റൈലൊക്കെ കിടിലാന്ന് പറഞ്ഞ്. അതോടെ സൂഹോ ജലസായിട്ട് അവന് നല്ല പേരെടുക്കാൻ വേണ്ടി കുറച്ച് എക്സ്ട്രാ ചെയ്യുമ്പോഴാണ് അവനെ സപ്പോർട്ട് ചെയ്യുന്നത് ലിംജിങ്ങിന്റെ അച്ഛനും അനിയനും കൂടെ ആയിരിക്കും. കാരണം അവർ രണ്ടുപേരും കൂടെ സൂഹയെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഹൻസുവിനെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ അവസാനം ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇവന്മാര് രണ്ടുപേരും സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ട് അത് ആരുടെ കിടിലെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അവസാനം അച്ഛനും സൂഹയുടെ പൊളി എന്ന് പറഞ്ഞ് അത് ടച്ച് ചെയ്യുമ്പം അത് മൊത്തത്തിൽ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് അമ്മയും ഹൻസുജിനെ വിന്നർ എന്ന് പറഞ്ഞ് അവനെ വിജയിപ്പിക്കും. അങ്ങനെ മത്സരിച്ച് ജയിച്ചാലും ഇവരുടെ മനസ്സിൽ ലിംജിങ്ങിന് ആരാ ജയിച്ചെന്ന് പറഞ്ഞാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം സൂഹവും ലിംജിങ്ങിന്റെ റൂമിലേക്ക് ചെന്നിട്ട് അവൻ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ പഴയ ഫോട്ടോസൊക്കെ ഇവൻ കാണും. അതോടെ അവന് ഓർമ്മ വരും കൊച്ചുകാലത്ത് അവൻ ഇവിടെ ഉള്ളപ്പോ ഇവൾ ആ ബുക്ക് കടയിലൊന്ന് ഇവനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നോട്ടെ അവൻ ഇവൾ ഇഷ്ടപ്പെടുമായിരുന്നു. കാരണം ഇവ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ അവളായിരിക്കും ഒന്ന് സന്തോഷപ്പെടുത്തുന്നത്. അങ്ങനെ അത് ഇവളാന്ന് അറിഞ്ഞ ഉടനെ അവനെ സന്തോഷത്തി അവിടുത്തെ ഫോട്ടോസൊക്കെ അവ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. അവനാണ് അതേസമയം ലിംജിങ്ങിന് ഇത് കണ്ടിട്ട് ഇതൊക്കെ എന്തിനാ നോക്കുന്നതെന്ന് അറിഞ്ഞ് അവള് കുറച്ച് നാണക്കേടോടെ അവനെ പിടിച്ചു മാറ്റുമ്പോഴാണ് ഇവ രണ്ടുപേരും കൂടെ സ്ലിപ്പായി അവിടുത്തെ ബെഡിലേക്ക് വീഴും. അപ്പോഴാണ് അതേസമയം ഇവരെ കഴിക്കാൻ വിളിക്കാൻ വേണ്ടി അച്ഛൻ അവിടേക്ക് വരുമ്പം ഇവരുടെ നിൽപ്പണ്ടിട്ട് അച്ഛൻ അവിടേക്കൊന്ന് വഴക്കുറയും. ഇവർ പ്രേമിക്കുവാണെങ്കിലും ഒരു വീട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വാൺ ചെയ്തിട്ട് അങ്ങ് പോകും. അതിനുശേഷം ഹൻസുവിനും സൂഹയും കൂടെ ഇവർ കഴിക്കാൻ വേണ്ടി ടേബിൾ എടുക്കാൻ പോകുമ്പോഴാണ് ഇവന്മാർ തമ്മിൽ വീണ്ടും അടിയാകും. അങ്ങനെ ലിംജിങ്ങിന്റെ വീട്ടിലേക്ക് വരാൻ നീ ആരെന്ന് പറഞ്ഞ് അവന്മാർ രണ്ടുപേരും പരസ്പരം അടിയോടി ആ സ്റ്റെപ്പിൽ നിന്ന് തറയിലേക്ക് വീഴുമ്പോഴാണ് ഇത് കണ്ട് ഇവരുടെ ഫാമിലി മൊത്തം ഷോക്കായിരിക്കും. അതിനുശേഷം അമ്മയും അവർ രണ്ടുപേരും വിളിച്ചിരുത്തി പനിഷ്മെന്റ് എടുക്കും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നഖം വെട്ടി ഐ ലവ് യു പറയുന്നതായിരിക്കും പനിഷ്മെന്റ്. അതുകൊണ്ട് ഈ പനിഷ്മെന്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അവന്മാരുണ്ട് പരസ്പരം നോക്കി ദേഷ്യപ്പെട്ടോണ്ടിരിക്കും. ഇവനോടൊക്കെയാണ് ഐ ലവ് യു പറഞ്ഞതെന്ന് പറഞ്ഞ്. അങ്ങനെ ആ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.